എന്തൊരു പരിപാടിക്ക് മുൻകൈ എടുത്ത് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവരെ ഹരാക്കി കൊടുക്കാനും കല്യാണത്തിന്റെ തലേന്നാണെങ്കിൽ പാടാനും ഡാൻസ് കളിക്കാനും മടിയില്ലാത്തത് കൊണ്ട് പിന്നെ എങ്ങനെ പിടിച്ചു നിന്ന് പോകും. എങ്ങനെയാണ് ഈ മടി ഇല്ലാതെ നമ്മളൊക്കെ പൊതുവെ ആളുകള് പിന്നെ എങ്ങനെയുണ്ട് ആൾക്കൂട്ടത്തിന്റെ അകത്ത് നിന്ന് വലിയാൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്? ഞാൻ പിന്നെ അതാണ് എനിക്കൊരു കൗതുകം. എനിക്ക് നല്ല കാണുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങളുടെ വീഡിയോന്റെ അകത്ത് നോക്കിയാൽ തൊലിക്കെട്ടിനെ പറ്റി 10 കമന്റ് ഒരു വീഡിയോന്റെ അകത്ത് മിനിമം കാണും. അതെ, ഇപ്പൊ നമ്മളെ ഫാമിലിയിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ നമ്മള് ഒരു ഓപ്പൺ മൈൻഡാണ്. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണാണ് റോട്ടിൽ വെച്ച്, അപ്പൊ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന് ചോദിക്കാം, ബ്രോ സുഖല്ലേ, എന്താ വിശേഷം, റാത്ത. അങ്ങനെയാണ് നമ്മുടെ നേച്ചർ. നമ്മളെ നാച്ചുറൽ ആയിട്ട് അങ്ങനെയാണ്, എല്ലാവരോടും ഒരു ഓപ്പൺ മൈൻഡാണ്. പക്ഷെ ആളുകൾ അത് ഏത് രീതിയിൽ എടുക്കുന്നു എനിക്ക് അറിയത്തില്ല. എന്നോട് പല ആളുകളും പറയണ്ടടാ നിന്റെ ലൈഫ് ഇങ്ങനെ സ്പോയിലായി പോകും, നിന്റെ കൂടെ എന്റെ കുട്ടികൾ വളർന്നു വരുന്നില്ലേ, ബാപ്പല്ലേ ഉമ്മല്ലേ, അവരൊക്കെ എന്ത് വിചാരിക്കും, എനിക്ക് ഞാനായിട്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതെ അതെ, ഞാനും കണ്ടിട്ടുള്ള നിങ്ങളൊരു പോസിറ്റീവ് ആണ്. കാരണം നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതിനകത്ത് ബാക്കിയുള്ള ആൾക്കാർ എന്താ അഭിപ്രായം പറഞ്ഞാലും അതിൽ തളർന്നു പോവാതെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾ ഒരു പുലി തന്നെയാണ്. അതിൽ നിങ്ങളെ സെല്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇത്രയും തേടി പിടിച്ച് നിങ്ങളെ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ അപ്പൊ ആളുകള് പലതും പറയും, പക്ഷെ ഞാൻ കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ട് ആളെ കൊണ്ട് പറയാം അതൊന്നുമില്ല. ഞാൻ എന്റെ ഡ്യൂട്ടി കഴിയുന്ന സമയം കിട്ടുമ്പോ 2-3 വീഡിയോ ചെയ്യണേ ഞാനായിട്ട് ഇങ്ങനെ പോവാണ്. അല്ലാതെ ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് എത്ര ബാഡ് കമന്റ്സ് എന്റെ ഈ വീഡിയോ കാണുന്നതന്നെ പല ആളുകളും ചിലപ്പോൾ ചോദിച്ചേക്കാം നിങ്ങൾക്ക് വേറെ ആർക്കും ഇന്റർവ്യൂക്ക് കിട്ടിയില്ലെന്ന്. ആളുകൾ പലതും കമന്റ്. ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ആ ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ലേ? അതാ പറഞ്ഞത്. അപ്പോ ഈ വ്യക്തി, അതായത് സുഹൈൽ എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 90% ആളുകൾ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്, വളരെ കുറഞ്ഞ പേരേ ഉള്ളൂ. അപ്പൊ അവരവരതായ രീതിയിൽ പോട്ടെ, നമുക്ക് നമ്മളതായ രീതിയിൽ പോവാം. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് പിന്നെയും മാറി. നിങ്ങൾ ആരെങ്കിലും വിളിച്ചിരുന്നോ അങ്ങനെ നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട്? ആരെങ്കിലും പുറത്തുനിന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ കോളുകളൊക്കെ വരാറുണ്ടോ? വിളിക്കാറുണ്ട്. കുറച്ച് ആഴ്ചകൾക്ക് 2 ആഴ്ച മുന്നേ കൊല്ലത്ത് നിന്ന് ഒരു അമ്മ വിളിക്കാനിടായി. ഇൻസ്റ്റാഗ്രാമിലാണ് വിളിക്കുന്നത്. അപ്പോ ഒരു ഫേക്ക് ഐഡി ആയിരുന്നു. അപ്പൊ ഞാൻ ഇൻബോക്സ് അല്ലാതെ നോക്കാറില്ല, പൊതുവെ ബാക്കോട്ട് നിൽക്കാറാണ്. കാരണം പല ആളുകളും അപ്പൊ അങ്ങനെ ഈ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു മോനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ മോന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോ എനിക്ക് 58 വയസ്സുണ്ട്, അപ്പൊ മോനൊന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഭാഗത്ത് വരികയാണെങ്കിൽ ഞങ്ങളെ വിളിക്കണ്ടേന്ന് പറഞ്ഞു. നല്ല വാക്കുകൾ പറഞ്ഞിട്ട് അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. നാട്ടുകാരാണെങ്കിലും നല്ല റെസ്പോണ്ടാണ്, ആരും കുറ്റപ്പെടുത്താറില്ല. പിന്നെ കളിയാക്കുന്നവർ എന്റെ സുഹൃത്തിന്റെ കൂട്ടത്തിലും ഉണ്ട്, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ ഓൺ വോയിസ് ചെയ്യുമ്പോൾ ഓലൊക്കെ ഇൻവോൾവ് ആവും ആ വീഡിയോയിൽ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാ എന്റെ മൂത്താപ്പ കണ്ടിട്ട് എന്റെ വല്യമ്മ കണ്ടിട്ട് ഡിലീറ്റ് ആക്കും. ഞാൻ ഡിലീറ്റ് ആക്കൂല, കാരണം നമ്മളെ കമ്പനിക്കാരല്ലേ, അപ്പൊ ഡിലീറ്റ് ആക്കാറില്ല. അത് അങ്ങനെ തന്നെ, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസം മുന്നേ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് നീ എന്റെ സുൽത്താൻ അല്ലേ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, ട്രെൻഡിങ് ആണ്. അത് ചെയ്യുന്ന സമയത്ത് അവൻ ഭയങ്കര വൈബ് ആയിരുന്നു. സൈഫ് ഇങ്ങനൊക്കെ ആക്കിയിട്ട് ഭയങ്കര വൈബ് ചെയ്ത് കഴിഞ്ഞ് രാത്രി ആയപ്പോ ഇൻബോക്സിലേക്ക് വന്നിട്ട് പ്ലീസ് ബ്രോ ഡിലീറ്റ് മൈ വീഡിയോ. അപ്പൊ അത്ര പോലും ധൈര്യമില്ലാത്ത ആളുകളാണ് ആളുകൾ. അങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഇതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാ അനുഭവങ്ങളും ഉണ്ടായി. ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെ പോസിറ്റീവായിട്ട് തന്നെയാണ്? നിങ്ങളൊരു നാച്ചുറൽ അങ്ങനെയാണ്, പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇപ്പൊ പബ്ലിക്കലി ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോ ബാക്കിലൂടെ ഏതെങ്കിലും പെൺകുട്ടികൾ പാസ് ചെയ്തിട്ടുണ്ടായേക്കാം. അപ്പൊ അവരാ വീഡിയോ കാണുമ്പോൾ ചിലപ്പോ അറിയുന്നവരാണെങ്കിൽ ഇൻബോക്സിലേക്ക് വന്നിട്ട് ബ്രോ ഞാൻ ആ വീഡിയോയിലുണ്ട്, എന്റെ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കുമോ? ഞാൻ ഡിലീറ്റ് ആക്കും, കാരണം അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ നമ്മള് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? 2-3 അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് പറയുമ്പോ 100K ആയ സമയത്താണ് ആ പെങ്കൊച്ച് കാണുന്നത്. അത്രയും ഏകദേശം 15,000 ഷെയറിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഡിലീറ്റ് ആക്കാം, നമുക്ക് ഡിലീറ്റ് ആക്കാം. പിന്നെ നമ്മൾ ജീവിക്കുന്നത് നമ്മളിപ്പോ ഇന്ത്യയിലാണല്ലോ അല്ലെ, കേരളത്തിൽ ചെറിയൊരു സംസ്ഥാനം. അപ്പോ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിനെ പോലല്ല. ഗൾഫിൽ ഇപ്പൊ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ. ഇവിടെ അങ്ങനെയല്ല, മിക്സഡ് ആണല്ലോ. അതുകൊണ്ടാണ് പിന്നെ കേരളത്തിൽ പബ്ലിക് ഡാൻസ് ചെയ്യുന്നത്, ഗൾഫിലും ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഗൾഫിൽ വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും അവിടുത്തെ പൗരന്മാര് വീഡിയോയിൽ കുടുങ്ങുന്നുണ്ടോ, കുടുങ്ങുകയാണ്. പിന്നീട് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇവിടുത്തെ പോലെ അവിടെ രക്ഷപ്പെടാൻ കഴിഞ്ഞോളന്നില്ല. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ സ്റ്റേഷനിൽ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ക്ലിയർ ആവും. അല്ല അവർക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ഡിലീറ്റ് ആക്കിയ പ്രശ്നം തീർന്നു, ഒരു മാപ്പ് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങള് പബ്ലിക്കായിട്ട്
കുറെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിലും ടിക്ടോക്കിലും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഡാൻസ് അവിടെ ചെന്ന് ഗ്രൗണ്ടിൽ ഓൺ ഗ്രൗണ്ടിൽ എവിടെയാണോ അവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു വൈബ് എങ്ങനെയാണ്? മീൻസ് അവിടെ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, അതിൽ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അതിനെ കുറിച്ചൊന്ന്. ഫസ്റ്റ് ഞാൻ ഡാൻസ് കളിക്കുന്നത് ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്, കോഴിക്കോട് ജില്ലയിൽ ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആളുകളോട് മുൻകൂട്ടി പറയുന്നില്ല. അതായത് ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്ന സോങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു, ക്യാമറ പിടിക്കാൻ ഒരാളെ കിട്ടുന്നു, നമ്മളെ പബ്ലിക്കിലേക്ക് കണ്ട് ഇറങ്ങിയിട്ടാണ് കളിക്കാണ്. കളി തുടങ്ങുമ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത് സുഖമില്ലാത്ത ചെക്കനാണ്. കാരണം നമ്മളിത് ഹെഡ്സെറ്റ് എനിക്ക് മാത്രമേ സൗണ്ട് കേൾക്കുന്നുള്ളൂ. അങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ കുറെ ആളുകൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കും. അതാണ് നമ്മൾ ക്യാമറയിൽ സൂമിങ്ങിൽ കൊടുക്കുന്നത് ചില സമയം. അപ്പൊ കഴിയുമ്പോ ചില ആളുകൾ വന്നിട്ട് പറയും അടിപൊളി ഡാൻസ് ചെയ്തിട്ടോ, പക്ഷെ സോങ് ഇല്ലേനി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആ സോങ് ഞാൻ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. ഇത് പോസ്റ്റ് ആക്കിയോട് കൂടി 8 മില്യൺ ആയിരുന്നു ആ ഡാൻസ്. അതിനുശേഷം എന്റെ എല്ലാ വീഡിയോസ് 200-ൽ കിടന്ന വീഡിയോ ഫുള്ള് റീച്ച് ആയി പോയി ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം. ആളുകള് ചീത്തൊന്നും വിളിക്കാറൊന്നുമില്ല. ചിലരിങ്ങനെ നോക്കിയിട്ട് ജവാബുല്ല കബൂലില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പോകും. ഇപ്പൊ ഈ അടുത്ത് നിങ്ങള് വേറൊരു മറ്റേ ഒരു കുപ്പിയൊക്കെ വെച്ചിട്ടൊരു പാട്ട് കളിച്ചില്ലായിരുന്നു മറ്റേ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട്? ആ സോങ് ഏതായിരുന്നു? മറ്റേ ദിലീപിന്റെ പഞ്ചാബി ഹൗസിലൊരു സോങ്. അതെന്താ സംഭവം ചോദിച്ചാല് നമ്മളാ ഫിലിം കണ്ടതാണ്. അപ്പൊ അതില് പിന്നെ കിണറുമേലൊക്കെ കിടന്നാണ്ടുള്ള സ്റ്റെപ്പുകളാണ്. അപ്പൊ ഞാൻ ബസ് സ്റ്റാൻഡിലുള്ളത്. അപ്പൊ അതേപോലെ തന്നെ എനിക്ക് തോന്നി എന്ത് ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ മദ്യപിക്കാറില്ല കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോ ഒരു കാലി ബോട്ടിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം അതിൽ നിറച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് വെള്ളം അടിക്കുന്ന ഒരു സീന് ചെയ്തിട്ട് പാന്റിന്റെ മുകളിൽ തുണി. ആളുകൾ നമ്മള് ശ്രദ്ധിക്കണം. അത് വിചാരിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മള് വേറെ എത്തിപ്പെടാനല്ല. അപ്പൊ അത്ര ആളുകൾ ആ വീഡിയോ കാണുമ്പോൾ ചില ആളുകൾ ആ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ ചിരിക്കാറുണ്ട്. ചില കമന്റ്സുകൾ കാണാം. 2 ദിവസം മുന്നേ എന്റെ മോളിൽ സ്ഥിരമായിട്ട് കരയും, സൈഫിന്റെ വീഡിയോ കാണുമ്പോൾ മോൾ കരച്ചിൽ നിർത്തും. അപ്പൊ കാണുമ്പോ എനിക്ക് ചിരി. അതാണ് അങ്ങനെ. അപ്പോ ആ വീഡിയോസിന്റെ ഒക്കെ ഇതേപോലെ വീഡിയോകളുടെ പിന്നിൽ വേറെ എന്തെങ്കിലും കഥകളുണ്ടോ? വീഡിയോസിന്റെ പുറകില് അങ്ങനെ കഥകളൊന്നുമില്ല. ഞാൻ എന്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നു, അതങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഉദാഹരണം സലീം കൊടിയത്തൂരിന്റെ പാട്ടാണ് ഞാൻ കൂടുതൽ സെലക്ട് ചെയ്യാറ്. അത് വിരഹത്തിന്റെ ഗാനങ്ങളാണ്. അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട് സൈഫൂന് ലൈൻ ഉണ്ടോ, ലവർ ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിട്ടില്ല. +2 പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഇഷ്ടം ഒരു കൊച്ചിനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോ ഈ വീഡിയോ അവളും കാണുന്നുണ്ടാവും. ആളെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ അത് തിരിച്ചിങ്ങോട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ ഇവിടെ അതിന്റെ പിന്നാലൊന്നും പിന്നെ പോയില്ല. ഇല്ല. പിന്നെ നമ്മള് ജീവിതത്തിന്റെ ഓരോ ബുദ്ധിമുട്ടും പ്രയാസം കാരണം ജീവിതത്തിലേക്ക് കടന്നു. ഭാര്യയായി, മക്കളായി, ഉമ്മായി, ഇപ്പൊ ആ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ ആ ലോകത്തിലൂടെ പോവാണ്. ഫ്രണ്ട്സ് ഒരുപാടുണ്ട്, ഗൾഫിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും. അത് ജെൻസും ഉണ്ട്, ഗേൾസും ഉണ്ട്. ഈ എന്തുകൊണ്ടാണ് ഈ വിരഹ സോങ് മാത്രം സെലക്ട് ചെയ്യാൻ കാരണം? ഈ പറഞ്ഞ രണ്ടിൽ ഏതാണ് കാരണം? അല്ല വേറെന്തെങ്കിലും കാരണമാണോ? ഇല്ല, വിരഹ സോങ് ചെയ്യുമ്പോ അതിൽ ഒരുപാട് കമന്റ്സുകൾ വരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കമന്റ്സ് വായിക്കാനാണ് ഇഷ്ടം. പിന്നെന്ന് പറഞ്ഞ വിരഹത്തിന്റെ സോങ്ങുകൾ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാതെ അറിയാം. ഞാന് പൊതുവെ നമ്മുടെ നാച്ചർ അങ്ങനത്തെ അങ്ങനെയാണ്. പിന്നെ ആകെ കരോക്കെ ഇട്ടിട്ട് പാടാറുണ്ട് 3 സോങ്ങുകളാണുള്ളത്. അത് ഞാൻ ചില കല്യാണ വേദികൾ കിട്ടിയാ പാടാറുണ്ട്. നമ്മൾ തന്നെ പാടും. കരോക്കെ അത് ഫോണിൽ എപ്പോഴും ആ കരോക്കെ സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഇങ്ങനെ പോകുമ്പോ ഒരു പ്രോഗ്രാം കണ്ടാല് ചിലപ്പോ നമ്മൾ അറിയുന്ന സുഹൃത്തുക്കൾ സൈഫ് ഒരു പാട്ട് പാടും ചോദിക്കുമ്പോ കിട്ടിയ അവസരം മാക്സിമം ഏതാണ് 3 പാട്ട്? അത് ഒന്ന് മറ്റേ ഒരു കടക്കണ്ണിൽ മൂന്നെ കൊണ്ട് പറഞ്ഞിട്ട് സോങ് ഉണ്ട്. അതൊക്കെ കല്യാണപ്പേരിലൊക്കെ പാടാൻ പറ്റിയ പാട്ടാണ്. അത് പാടാറുണ്ട്. പിന്നെ ഒരു ഹിന്ദി സോങ് ഉണ്ട്, യാഹാലി, ഹിന്ദി. അങ്ങനെ 2-3 സോങ്ങുകളാണ് കൂടുതൽ. പിന്നെ വിരഹത്തിന്റെ കുറെ പാട്ടിന്റെ 4 വരികൾ അറിയാം. ടിക്ടോക്കിലും ഇൻസ്റ്റയിലും സ്ഥിരമായിട്ട്. അപ്പൊ ആ റീല് വെച്ച് ലിപ് മൂവ്മെന്റ് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ടാണ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി തരാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞ. എനിക്ക് പനിയാണ്, സൗണ്ട് അത്ര പെർഫെക്റ്റ് ആവൂല. വേണമെങ്കിൽ ജസ്റ്റ് ഒരു പരി പാടാം. ട്രോളന്മാർക്ക് ഒരു കണ്ടന്റും കൂടെ. ട്രോളുകളൊക്കെ വന്നിട്ട് അതൊന്നും കുഴപ്പമില്ല, പാടാല്ലേ. കാടക്കണ്ണിൽ മൂന കൊണ്ടീട നെഞ്ചിനാകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒളിപ്പിച്ച കണ്ണാളെ,
എന്നെ കുടുക്കിയ പൂമോളെ ആരയെണ്ണം പീഡ പോലെ കുണുങ്ങിനി നടക്കും ആരിലിപ്പും നീ കണ്ട് കവിതകൾ കുറിക്കും അതു കണ്ടൻ മനസ്സാകെ പത പത പതയ്ക്കും കരിമിയുടെ നോട്ടം കണ്ടാൽ കനലാകെ കനലാട്ടം. ഇപ്പൊ ഞാൻ 2 പാരഗ്രാഫാണ് പാടിയത്. കരോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സെറ്റ് ആവും. ഇപ്പൊ സുഖമില്ലാത്തത് കൊണ്ടാണ്, പനിയാണ്, തൊണ്ടവേദനയാണ്. ഏതായാലും കേട്ടെടുത്തോളം കൊള്ളാം. അപ്പൊ അങ്ങനെയാണ് മൊത്തത്തില് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. അപ്പൊ ഇപ്പൊ ഏതായാലും വന്നിട്ട് ഇപ്പൊ എത്ര ആയി ഗൾഫിൽ നിന്ന് വന്നിട്ട്? ഇപ്പൊ 2 ആഴ്ചയായി ഗൾഫിൽ നിന്ന് വന്നിട്ട്. 4 മാസമായിട്ടുള്ളതിന് പോയിട്ട് അപ്പൊ പെട്ടെന്ന് സുഖമില്ലാതായപ്പോ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നു. ഇനി തിരിച്ചുപോക്ക് എങ്ങനെയാണ്? മാഡം 1 മാസം ലീവാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബോസ് 2 മാസം തന്നു. അപ്പൊ ഇന്നലെ മാഡം എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു സേഫ് 1 മാസം പാടെ അവിടെ കൂടുതൽ നിന്നോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നോക്കട്ടെ, ഈ മാസം ലാസ്റ്റിലേക്കോ അല്ല അടുത്ത മാസം ലാസ്റ്റിലേക്കായിട്ട് തിരിച്ചു 1 പ്രാവശ്യം പാടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പ്രവാസം ഇഷ്ടമല്ല സത്യത്തില്. പിന്നെ ചില സാഹചര്യങ്ങളെ കൊണ്ട് അങ്ങനെ പോയതാ. അങ്ങനെ പോകേണ്ടി വന്നതാണ് സത്യത്തിന്. അങ്ങനെ ഇൻഷാ അല്ലാഹ് വേഗാതെ തന്നെ നിർത്തും. ഇനി നമ്മളെ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് സാധനങ്ങളൊക്കെ അത് ഈ രീതിയിൽ തന്നെയാണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് പ്രതീക്ഷിക്കാമോ? എങ്ങനെയാണ് അതിന്റെ ഒരു ഘടന? ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തി ഗൾഫിലുള്ള സമയത്താണ്. നാട്ടിലുള്ള സമയത്ത് സ്ഥിരമായിട്ട് ചെയ്യാറില്ല. ഇനി മുന്നോട്ട് ഇപ്പൊ 2 ആഴ്ച ചെറിയൊരു ടെൻഷനിലല്ലേ. ആ 2 ആഴ്ച കഴിഞ്ഞാൽ എന്റെ പ്രിയ സുഹൃത്ത് ഡാൻസ് മാസ്റ്ററുടെ കൂടെ മറ്റേ ഒരു ഡാൻസ് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ഒരു 3 മിനിറ്റ് ഉള്ള അത് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ഇൻഷാല്ല ചെയ്തിട്ട് മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രവാസ ലോകം ഉള്ളിടത്തോളം കാണും. നാട്ടിൽ വരുമ്പോ ഇതേപോലെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ചെയ്യും, അത്രമാത്രം ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളൂ. അല്ലാതെ കണ്ടിന്യൂ ആയിട്ട് പോകാൻ പ്രയാസമാവും. ഇപ്പൊ പഴയ പോലെ ഒന്നും ചെയ്യാറില്ല. ഇപ്പൊ ഡാൻസിന്റെ വീഡിയോസ് കുറവാണെന്ന് തോന്നുന്നു. കുറവാണ്. ഇപ്പൊ വന്നതിന് ശേഷം ഒരു 10-15 എണ്ണം ചെയ്തു. 2 ചെമ്മാട് ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു. ഒരു വെള്ളടിച്ചിട്ടുള്ള ഒരു സീനും, പിന്നെ അതൊക്കെ അത്യാവശ്യം നല്ല റീച്ചിൽ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതല്ലാതെ ബ്ലോഗിംഗ് രീതിയിലോട്ട് എന്തെങ്കിലും മാറണം, അങ്ങനെ എന്തെങ്കിലും? ഞാൻ യൂട്യൂബിലുണ്ട്, പക്ഷെ എന്റെ യൂട്യൂബ് ക്ലിക്ക് ആവുന്നില്ല. ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും ആണ് ഏറ്റവും കൂടുതൽ റീച്ചിൽ പോകുന്നത്. യൂട്യൂബ് എങ്ങനെ വീഡിയോ ഇട്ടിട്ടും അത് മാക്സിമം 2 ലൈക്ക് അല്ലെങ്കിൽ 2 കമന്റ്സ് റീച്ച് ഉണ്ട്. അത് 456K അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ക്ലിക്ക് ആവാത്തത് കൊണ്ട് പിന്നെ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് കൊടുക്കുന്നില്ല. അങ്ങനെ അതിലേക്ക് ഒന്ന് കൈ കടത്താൻ ശ്രമിക്കുന്നുണ്ട് ഇനി. പിന്നെ യൂട്യൂബിൽ ഞാനിപ്പോ എല്ലാരും വിചാരിക്കും എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. എന്റെ കയ്യിലൊരു മൊബൈൽ ഉണ്ട്, വീഡിയോ എടുക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. എഡിറ്റിംഗ് ഇപ്പൊ കുറേശ്ശെ പഠിച്ചു വരുന്നുള്ളൂ. യൂട്യൂബിൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കണ്ടന്റും കാര്യങ്ങളും നമ്മള് ആളുകൾ ഇങ്ങനെ വാച്ചിങ് അവർ ഒക്കെ ആണല്ലോ അതിന് മെയിൻ ആയിട്ട്. അപ്പോ അതിന്റെ പുറകെ ഇനി പോയിട്ട് സമയം കളയാൻ വയ്യ. എങ്ങനെങ്കിലും നയിക്കുക, ഒരു ഇരിക്കൂര ഉണ്ടാക്കുക, പ്രവാസം നിർത്തുക എന്നുള്ളൊരു ചിന്താഗതി. പ്രവാസം നിർത്തി വന്നിട്ട് ഇവിടെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞാനിവിടെ നാട്ടിൽ ബസ്സിൽ ഡ്രൈവറായിരുന്നു. ഇപ്പൊ പണ്ടത്തെ പോലെ ബസ്സിൽ ഇനി കയറാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം മക്കളായി, ഇനി അടിയും പ്രശ്നങ്ങളും പോലീസ് കേസുമായിട്ട് നടക്കാൻ താല്പര്യമില്ല. ഇൻഷാ അല്ലാഹ് ഒഴിവാക്കി വരികയാണെങ്കിൽ ചെറുവണ്ടിയിലെങ്കിലോ അല്ലെങ്കിൽ അപ്പത്തെ സാഹചര്യം പോലെ ഇൻഷാ അല്ലാഹ് പടച്ചോടെ ഇങ്ങനെ കണക്കാക്കുന്നത് അതുപോലെ വരും. ചെറിയ വണ്ടിയിൽ എന്തെങ്കിലും കയറിയിട്ട് ആ ഫാമിലി ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്. അതെ അല്ലേ. ഇനി എന്താണ് ഭാവി, ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് കുട്ടികളെ അക്കൗണ്ട് ഇതേപോലെ നല്ല നല്ല ഡാൻസർമാര് ഇപ്പൊ ഞാൻ നാട്ടിലുണ്ട്. മേ ബി 2 months പാടെ ഉണ്ടാവും. അപ്പൊ നമ്മളെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻബോക്സുമായിട്ടൊന്ന് ബന്ധപ്പെടാം. എന്നിട്ട് ആ മക്കളെ അക്കൗണ്ട് റീച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ അവര് എന്റെ അക്കൗണ്ടിൽ വീഡിയോ ചെയ്തോട്ടെ. എന്നിട്ട് വേണമെങ്കിൽ അത് നമുക്ക് കൊളാബ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവരെ അക്കൗണ്ട് റീച്ചിൽ പോകുമല്ലോ. അപ്പൊ കഴിവുള്ള കലാകാരികളും എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടും. എന്നെ കൊണ്ട് പറ്റുന്ന ഡാൻസാണ് അവരെനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ 30 സെക്കൻഡ് മേ ബി 1 മിനിറ്റ് അത്ര വരുത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് അവരെ അക്കൗണ്ട് പാടെ നമുക്ക് റീച്ചിൽ കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഡാൻസ് പ്രൊഫഷണലി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഇനി പഠിച്ച് നല്ല അടിപൊളി സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ അധികം വൈകാതെ കാണാൻ പറ്റുമോ? അത് ഞാൻ കൂടുതൽ പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. കാരണം ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇനിയിപ്പോ ഒരു ഡാൻസ് പഠിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ 2 ആഴ്ച അതിന് കൂടുതൽ പ്രാക്ടീസ് എഫേർട്ട് എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഡാൻസ് എങ്കിലും ഞാൻ പ്രതീക്ഷിച്ച് ഞാൻ ചെയ്യും. അതെന്റെ ഒരു ആഗ്രഹമാണ്. അത് നാട്ടിലുള്ള സമയത്ത് തന്നെ ചെയ്യും. പിന്നെ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഹിന്ദി സോങ്ങോ ഹിന്ദി പാട്ട് ഒരുപാട് കാണാതെ അറിയാം. കാരണം എനിക്ക് ഒരുപാട് ഭാഷകൾ അറിയാം ഇപ്പോൾ. കാരണം ഗൾഫിൽ ഒരുപാട് കാലമായത് കൊണ്ട്. അപ്പം പിന്നെ ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും.
അങ്ങനെ നിങ്ങളുടെ ഡാൻസ് പെർഫെക്റ്റ് അല്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് അങ്ങനെ കുറെ കമന്റുകൾ ഉണ്ട്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്റെ ഡാൻസ് പെർഫെക്റ്റ് അല്ല. കാരണം ഇപ്പൊ നമ്മുടെ ഒരു സോങ് കേൾക്കുമ്പോ ഒരു മുക്കാല മുക്കാപ്പില ഒരു നല്ല അടിപൊളി സോങ് ആണ്. ആ സോങ് കേൾക്കുമ്പോൾ ഓരോ പാരഗ്രാഫിൽ വരുമ്പോൾ ആ സ്റ്റെപ്പ് അവിടെ നിന്ന് അതിനുശേഷം രണ്ടാമത് പുതിയൊരു സ്റ്റെപ്പിലേക്ക് മാറുമ്പോഴാണ് പാട്ടിനനുസരിച്ച് സ്റ്റെപ്പ് പോകത്തുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനല്ല. ഞാൻ എങ്ങനെങ്കിലും മാക്സിമം എത്തിക്കാൻ നോക്കും ചില സോങ്ങുകൾ, പക്ഷെ ചിലത് എത്തൂല. പക്ഷെ എന്നാലും എത്രയോ ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരോട് ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. പബ്ലിക്കിൽ നിന്നിട്ട് 4 ആളെ മുമ്പിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടോ? വേണ്ട. 2 സ്റ്റെപ്പ് ഒരിടും, ഞാൻ ഈ പ്ലാറ്റ്ഫോം വിട്ടുപോകും. അവര് ലഹരി നമ്മൾ ചെയ്യുന്ന പോലെ അവരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ആ ഒരു ചോദ്യമാണ്. കാരണം ബാഡ് കമന്റ് എഴുതുന്നവരോട് മാത്രമാണ്. എല്ലാവരോടും ഞാൻ ആ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കാരണം ഇന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അവര് പബ്ലിക്കിൽ നോർമലായിട്ട് എന്നെ പോലെ സാധാരണ മനുഷ്യനായിട്ട്, അല്ലാതെ ലഹരി വസ്തുക്കൾ എന്താ ഉപയോഗിച്ച് വരണമെങ്കിൽ പബ്ലിക് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് ഏത് സ്റ്റെപ്പ് ഇടാം. അപ്പൊ ജനങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടോ, സേഫ് ലഹരി ഉപയോഗിച്ചിട്ടാണോ? അല്ല, എനിക്ക് എന്റെ മനസ്സിന്റെ ഒരു ധൈര്യമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഏതായാലും നമ്മൾ കുറെ സമയം സംസാരിച്ചു, കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളൊരു ഇന്റർവ്യൂ പബ്ലിക്കായിട്ട് പുറത്തു വരുന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ലേ? അതെ, ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പ്രഷറുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞിട്ടുണ്ട്. ഇനിയൊന്നും ബാക്കിയില്ല. ഇല്ല, പറഞ്ഞില്ല. ഏതായാലും നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ കാണാൻ പറ്റിയത് അതിലേറെ സന്തോഷമുണ്ട്. അപ്പോ ഇത്ര മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഏതായാലും നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചിട്ട് നമുക്കും ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി. ഏതായാലും നിങ്ങളെ സമയം എനിക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തല്ല, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും സന്തോഷം. നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ശരി.